next question. Current chopping mainly occurs in. Okay, current chopping. Circuit breaker, current, circuit breaker contacts, circuit breaker on ആയിക്കഴിഞ്ഞാൽ circuit breaker വർക്കിംഗ് ആയിക്കുമ്പോൾ കോണ്ടാക്ട്സ് വെടിയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആ ഹൈ കറണ്ട് അതിനെ ക്വെഞ്ച് ചെയ്യുക എന്നുള്ളൊരു ഫങ്ഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കറണ്ട് ചോപ്പിംഗ് മെയിൻലി, കറണ്ട് ചോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ലെവലിലുള്ളൊരു കറണ്ട് ഇതാ ഇങ്ങനെ കുറഞ്ഞ് ഇങ്ങനെ കട്ട് ചെയ്ത് കുറയുന്ന ഒരു പ്രോസസ്സാണ് കറണ്ട് ചോപ്പിംഗ് എന്ന് പറഞ്ഞത്. ഇത് മെയിൻലി നടക്കുന്നത് എവിടെയാണ് നടക്കുന്നത്? ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ, വാക്വം സർക്യൂട്ട് ബ്രേക്കർ, എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഓക്കെ, MCBs എന്തായാലും വേണ്ട, ബാക്കിയുള്ള സർക്യൂട്ട് ബ്രേക്കേഴ്സ് നോക്കുക. അപ്പം ഇതിനകത്ത് ആക്ച്വലി കറണ്ട് ചോപ്പിംഗ് നടക്കുന്നത് VCBയിലും ACBയിലും, അത് വാക്വം സർക്യൂട്ട് ബ്രേക്കറിലും എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറിലും കറണ്ട് ചോപ്പിംഗ് നടക്കുന്നുണ്ട്. പക്ഷേ ഈ ക്വസ്റ്റ്യന് PSC കൊടുത്തിരിക്കുന്ന ആൻസർ എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും ഇപ്പോൾ ഇവിടെ ഓപ്ഷനിൽ വന്നിട്ടുള്ളത് കാരണം നമുക്ക് പറയാൻ പറ്റില്ല. വാക്വം സർക്യൂട്ട് ബ്രേക്കർ, എയർ ബ്ലാസ്റ്റ് രണ്ടും കറണ്ട് ചോപ്പിംഗ് നടക്കുന്ന സർക്യൂട്ട് ബ്രേക്കേഴ്സാണ്. അപ്പോൾ PSCയുടെ ആൻസർ പ്രകാരം എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A differential relay operates when dash of two or more similar electrical quantities exceeds a predetermined value. Okay, differential relay. Differential relay പല ടൈപ്പ് ഉണ്ടല്ലേ. എന്താണ് ഡിഫറൻഷ്യൽ റിലേ? രണ്ട് ലൊക്കേഷനിലായിട്ട് രണ്ട് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് കാണും. ആ രണ്ട് ഇൻസ്ട്രുമെൻറ്റ്സും മെഷർ ചെയ്യുന്നതിൻ്റെ ഒരു ഡിഫറൻസ് വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന കറണ്ട്, വോൾട്ടേജ്, ഇമ്പിഡൻസ് ഒക്കെ ആ വാല്യൂവിനൊക്കെ കൂടിയോ കുറഞ്ഞോ എന്നൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ ഡിഫറൻഷ്യൽ റിലേ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ഏത് ക്വാണ്ടിറ്റിയാണ് നോക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇൻഡക്റ്റൻസ്, ഇമ്പിഡൻസ്, ഷോർട്ട് സർക്യൂട്ട് വോൾട്ടേജ്, ഫേസ് ഡിഫറൻസ്. ഏതാണ്? ഫേസ് ഡിഫറൻസ് ആണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. ഓക്കെ, ഫേസ് ഡിഫറൻസിൽ വരുന്ന ആ ചേഞ്ചാണ് ഡിഫറൻഷ്യൽ റിലേനെ ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കറണ്ട് ട്രാൻസ്ഫോമർ പ്രൊട്ടക്ഷൻ under circulating current protection of star delta transformer is circulating current protection transformer പ്രൊട്ടക്ഷനിൽ വരുന്നതാണ്. ഓക്കെ, അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരച്ചൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെയാണ്, രണ്ട് CTs ഉണ്ട്, രണ്ട് കറണ്ട് ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്. ആ രണ്ട് കറണ്ട് ട്രാൻസ്ഫോമേഴ്സും കണക്ട് ചെയ്ത് ഒരു അതിൻ്റെ ഡിഫറൻസ് കറണ്ടൊക്കെ മെഷർ ചെയ്താണ് നമ്മൾ ഇതിനകത്ത് പ്രൊട്ടക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോമർ ആണെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന കറണ്ട് ട്രാൻസ്ഫോമർ കണക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാ ആൻസർ വരിക? ഡെൽറ്റ സ്റ്റാർ ആണ് ആൻസർ വരിക കേട്ടോ. സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോമർ ആണ്, ഡെൽറ്റ സ്റ്റാർ ആയിരിക്കും അവിടെ കണക്ട് ചെയ്യുന്ന കറണ്ട് ട്രാൻസ്ഫോമേഴ്സിൻ്റെ കണക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബക്കോൾസ് റിലേ പ്രൊട്ടക്ഷൻ ഇൻ ഓയിൽ ഇമ്മേഴ്സ് ട്രാൻസ്ഫോമർ ഈസ് ഡാഷ് എഫിഷ്യൻറ്റ് ദാൻ ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻ. ബക്കോൾസ് റിലേ പ്രൊട്ടക്ഷൻ. ഓക്കെ, എന്താണ്? മെയിൻ ടാങ്കിനും ട്രാൻസ്ഫോമറിൽ മെയിൻ ടാങ്കിൻ്റെയും കൺസർവേറ്റർ ടാങ്കിൻ്റെ ഇടയ്ക്ക് പ്ലേസ് ചെയ്യുന്ന റിലേ ആണ് ബക്കോൾസ് റിലേ. ആ ബക്കോൾസ് റിലേ എന്താ ചെയ്യുന്നത്? ആ ഓയിലിൽ വരുന്ന എന്തെങ്കിലും ഡിഫോമാറ്റിസ് അല്ലെങ്കിൽ അത് ഹീറ്റഡായി അതിനകത്ത് എന്തെങ്കിലും വാട്ടർ കണ്ടൻറ്റ് അല്ലെങ്കിൽ വേപ്പർ കണ്ടൻറ്റ് ഒക്കെ ഉണ്ടായിട്ട് അതിൽ വരുന്ന ചേഞ്ചസ് മുൻകൂട്ടി പറയുക ചെയ്യുന്നത് ബക്കോൾസ് റിലേ എന്ന് പറയുന്നത്. അതിനകത്ത് രണ്ട് മെർക്കുറി ആക്ടിവേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അത് ആക്ടിവേറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ പ്രീഡിറ്റർമിനേഷൻ ആണ് അവിടെ നടക്കണേ. അപ്പോൾ ബക്കോൾസ് റിലേ ആണോ ഡിഫറൻഷ്യൽ റിലേ പ്രൊട്ടക്ഷൻ ആണോ മോർ എഫിഷ്യൻറ്റ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ബക്കോൾസ് റിലേ തന്നെയാണ് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആൻസർ ചെയ്ത് വരും ബക്കോൾസ് റിലേ ഇൻ ഓയിൽ ഇമ്മേഴ്സ് ട്രാൻസ്ഫോമർ ഈസ് മോർ എഫിഷ്യൻറ്റ് ദാൻ ഡിഫറൻഷ്യൽ റിലേ പ്രൊട്ടക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെസിസ്റ്റൻസ് വെൽഡിംഗ് ഈസ് ഡാഷ് ഹീറ്റിംഗ്. റെസിസ്റ്റൻസ് വെൽഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റ് ഹീറ്റിംഗ് ആണല്ലേ, അല്ലെങ്കിൽ ഡയറക്റ്റ് റെസിസ്റ്റൻസ് ഹീറ്റിംഗ് ആണ്. ഹീറ്റ് ചെയ്യേണ്ട എലമെൻറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ വെൽഡ് ചെയ്യുന്ന ആ എലമെൻറ്റ് തന്നെയാണ് ഹീറ്റ് ചെയ്യപ്പെടുന്നത്. റെസിസ്റ്റൻസ് വെൽഡിങ്ങിൽ ഹീറ്റ് ചെയ്യപ്പെടുന്നത്.